ഹലോ എവ്രി വൺ. അപ്പോൾ വെക്കേഷൻ്റെ ടൈമിൽ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്കാട്ടോ പോയത്. വേറെ എവിടെയല്ല, മണാലിയിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. രാവിലെ 10 മണിക്കാട്ടോ ഞങ്ങളുടെ ട്രെയിന്. തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഒരു 9:15 9:20 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിൽ ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് അധികം നടക്കേണ്ടിയൊന്നും വന്നില്ല. ട്രെയിൻ ടിക്കറ്റ് ഏകദേശം 2 മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കൺഫേം ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു 1 വീക്ക് മുന്നേ ആണ് കൺഫേം ആയത്. അങ്ങനെ ഫുൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോകലാണ്. ഹൈസിൻ്റെ 2ാമത്തെ ട്രെയിൻ യാത്ര കേട്ടോ ഇത്. ഫസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മണാലി പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഫ്ലഡ് അടിച്ചത് കൊണ്ട് തന്നെ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ലേനു. നമ്മൾ പ്ലാറ്റ്ഫോം 1ൽ തന്നെയാണ് കേട്ടോ നമ്മളെ ട്രെയിൻ വരുന്നത്. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ വെച്ച് സെറ്റായി. എത്ര മണിക്കാണ് ട്രെയിന്? 10 മണി. 10 മണിക്കായിരുന്നു ട്രെയിന്, പക്ഷെ അന്ന് ട്രെയിന് 1 അവർ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഏകദേശം 11:10 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ട്രെയിന് വരുമ്പോൾ. ഇപ്പോഴും റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ പോയതൊക്കെ കേട്ടോ ഓർമ്മ വരാറ്. അങ്ങനെ ഒരു 11:10 ആകുമ്പോൾ ഞങ്ങൾ ട്രെയിന് കയറി. ഞങ്ങൾ AC 3 ടയർ ആട്ടോ ബുക്ക് ചെയ്തത്. ഇത് ഞങ്ങൾ ലഗേജൊക്കെ സേഫായിട്ട് വെച്ച് എല്ലാം കൊണ്ട് സെറ്റായി. ഐസിന് ഇതാ ഇപ്പോഴും ട്രെയിനിൻ്റെ ഓരോ സംഭവം ഇങ്ങനെ നോക്കലാട്ടോ, ഇതെന്താ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും നല്ല ഉറക്കാന്ന്. ഞാനും ഉറങ്ങി എണീച്ചാട്ടോ. ഐസിന് നേരത്തെ ഉറങ്ങുന്നുണ്ട്, കുറേ ടൈമായിട്ട് തന്നെ. മങ്കി ക്യാബിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഈ ഒരു ടോയ് ഓർമ്മ ഉണ്ടോ? അന്ന് നമ്മൾ ടെലികാലിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. വിൻഡോ ഒക്കെ ഫുള്ള് എന്താ പറയാ, ഫുള്ള് ഡേർട്ടി ആയിട്ടാട്ടുള്ളത്. പുറത്ത് പോയിട്ടൊന്ന് ക്ലീൻ ആക്കേണ്ടി വരും നമുക്ക് വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ. എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ഹൈസിക്ക് കുറച്ച് ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റാട്ടോ എടുത്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫാൻ ഇങ്ങനെ ആക്കാൻ നല്ല രസമുണ്ട്. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ ഇത്. ഐസിന് എണീച്ചിനെങ്കിൽ എല്ലാം വേണ്ടി വരും. ഉറങ്ങിക്കൊണ്ട് രക്ഷപ്പെട്ട് എല്ലാം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ കോഫി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 10 റുപ്പീസ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. സാധാരണ 20 റുപ്പീസിലാണ് കിട്ടാറ്. കുറച്ച് തഴഞ്ഞോണ്ടാന്ന് തോന്നുന്നു അവർ തന്നത്. എന്തായാലും കഴിച്ചു നോക്കട്ടെ. കോഫിയും തിരിയുന്നില്ല അല്ലേ? ആ, എന്തെല്ലാം ഒരുപോലെ ഉണ്ട്. കുഴപ്പമില്ല, അത്ര തന്നെ. 10 രൂപ ഒപ്പിക്കാം. ചേച്ചി കുറച്ചും കൂടി വെള്ളം കുടിക്കുക. ഇത് മോനും എണീച്ചിട്ടുണ്ട്, നല്ല ഉറക്കം കഴിഞ്ഞിട്ട് ആൾ എണീച്ചിട്ടുണ്ട്. ലേസാണ് കേട്ടോ തിന്നുന്നത്. എണീച്ചതിന് പാട് എല്ലാവരും കേൾക്കട്ടെ. ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. കാണിച്ചെടുത്ത് ലേസിൻ്റെ പാക്കറ്റ് എടുത്തു. ചൂട് വെള്ളം വരെ കുടിക്കുന്നത്, ഫ്ലാസ്കിൽ ചൂട് വെള്ളം വരെ എടുത്തിട്ട് കുടിക്കാണ്ട് നിൽക്കുന്ന നോക്കി ഐസിന്. കുടിക്കേ. ചൂടെടുക്കുന്നുണ്ട് ഐസി? പിന്നെന്താ ചൊറിയുന്നാ? ആ, സുന്ദരനായി. ഐസിനെ ടോയ് കൊടുത്തു, സ്പൈഡർമാൻ്റെ. അത് നക്കി കാണിച്ചെടുത്ത അയവ അടിപൊളി. ശരിക്കും പൊട്ടിപ്പോയിനെ?
ഇതെൻ്റെ ബാഗ് ഇതോടെ ഇങ്ങനെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ചാർജർ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഫോൺ വെക്കുകയും ചെയ്യാം. ഐസിനെ കിടന്ന് നിന്നല്ലോ എണീച്ച, ഇതെല്ലാവരും കാണുന്ന കിടന്ന് നിന്ന് അങ്ങനെ നിന്നെടുത്തു. എണീക്ക് ലഗേജിൽ ഇത് താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യാട്ടോ, ഞങ്ങളുടെ ഒന്നിച്ചുള്ളവർ അടിപൊളിയാട്ടോ. ഒരു ഇത്തയും ഒരു ഇക്കയും ഒരു മോളും ആട്ടോ ഉണ്ടായത്. അപ്പോൾ അവരും നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാട്ടോ. ഐസിനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ട്രെയിനിൽ 2 ദിവസം എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളത്. പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. നൈറ്റ് ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഇതാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ചെയ്തത്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതാട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ഐറ്റം. റൈസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പരിപ്പിൻ്റെ എന്തോ ഒരു കറിയും കൂടിയുണ്ട്, പിന്നെ പൊട്ടറ്റോൻ്റെ ഒരു കറി കൂടിയുണ്ട്, പിന്നെ പനീറിൻ്റെ ഒരു മസാല കൂടിയുണ്ട്, ഗുലാബ് ജാമുനും കൂടി ഉണ്ട്. അത് മോനെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ, ഉണ്ടായില്ല. പിന്നെ ചപ്പാത്തിൻ്റെ പാക്കറ്റും കൂടി ഉണ്ട്. ഇതാ ഗുലാബ് ജാമുൻ ഇത് ഹസ്ബൻഡിൻ്റെ ആയിട്ടുണ്ട്. ടേസ്റ്റ് കുഴപ്പമില്ലല്ലോ ഇവർക്ക്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. അടിപൊളിയാണ്. നമ്മൾ ഫിനിഷ് ചെയ്യുന്ന വേക്കാം ഐസ് ഇതാവുന്നതിന് മുന്നേ. 4 ചപ്പാത്തി ഉണ്ട്. എത്ര രൂപയ്ക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത്? 150 150ക്ക് ഇത് വേർത്താന്നല്ലേ? അടിപൊളി. ഞാനും ഒന്നായിട്ടിരിക്കും, ഒന്നല്ലെങ്കിൽ 2. ഐസിന് ഇത് ഇടുന്ന് കുർത്തക്കേട് ആദ്യം തുടങ്ങിയിട്ടുണ്ട് കളിക്കാൻ. കുറേ ഉണ്ട് നോക്കാം. രാവിലത്തേക്ക് മിടക്കായി ഒന്നും അറിയില്ല. കറിയൊന്ന് ചപ്പാത്തി ഒന്നും ആവില്ലായിരിക്കും. എന്നാലും ഇത് കൂടി ഫിനിഷ് ചെയ്യല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ കിടക്കാൻ വിചാരിച്ചു. പിന്നെ ട്രെയിനിൽ വേറൊന്നും ചെയ്യാനില്ല. മേലെ കിടക്കുന്ന വീണ് പോവേ. അങ്ങനെ എൻ്റെ ജാക്കറ്റ് ഇട്ട്, ജാക്കറ്റ് നോക്കട്ടെ ഇവർക്ക്. ഏച്ചി കാലം കൊണ്ട് ജാക്കറ്റ് നോക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പ് വരും എന്തായാലും. ബെഡെല്ലാം വിരിച്ച് സെറ്റായി കണ്ടാലോ. നമ്മളെല്ലാം വിരിച്ച് സെറ്റായി. ഇതാ ഐസിന്റെ ബ്ലാങ്കറ്റ്. ഐസിന് ഇതോടെ കുരുത്തക്കേട് കളിക്കുന്ന എന്തിനാ ഈ മേലെ കിടക്കുന്ന ഐസി? എന്റെ ഇപ്പൊ താഴെ കിടന്നോണ്ട് മര്യാദ. അങ്ങനെയാ? കുറച്ചേ താഴെ വരണേ. അപ്പൊ ഞാൻ കിടക്കട്ടെ. പിന്നത്തെ ഇത്രയേ ഉള്ളൂ അല്ലേ ഇവർക്ക്? ഗുഡ് നൈറ്റ്. ഇവർക്കാനെ കണ്ടിട്ടില്ല ഇത് പറഞ്ഞിട്ട്. ഗുഡ് നൈറ്റ്. ഓക്കെ. അങ്ങനെ നല്ല ഉറക്കം ഉറങ്ങി. നെക്സ്റ്റ് മോയും കാണിച്ചിട്ടുണ്ട്. Good morning. Good morning, Adam Aisin. Coffee. ഓ ഇൻസ്റ്റന്റ് മിക്സ് വേണ്ട. ചിലപ്പോൾ അതിനേക്കാളും നല്ലായിരിക്കും. ഇന്നലെ എന്നാലും തണിഞ്ഞോണ്ടിരിക്കും. 10 അല്ലെ കോഫി ആയിരിക്കും. അയച്ച് തട്ടല്ലേ, അവിടെ കോഫി ഉണ്ട്. കിട്ടിയാ ഇനി അടിയിരുന്ന അയച്ചു അടിയിരുന്ന പേടിയാണ് കേട്ടോ. മതി. ട്രെയിനിന് ഭയങ്കര കുലുക്കുണ്ടല്ലേ. പോകുന്നതിന് പെട്ടെന്നൊരു ബ്രേക്ക് പിടിക്കുന്ന പോലെ. സ്പൈഡർമാൻ്റെ അതൊന്നും കിട്ടില്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ?
ഇന്നലെ എന്നാ കയ്യാനായിട്ട് പൊടി തീർന്നിട്ടാറ്റോ ഫ്രീ ആയി 10 രൂപയ്ക്ക് വന്നു ഞാനും കുടിച്ചോട്ടെ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, ബാലൻസ് ചെയ്ത ചപ്പാത്തി. കറിയൊന്നും കിട്ടിയിട്ടില്ല അല്ലേ, നേരത്തെ തന്നെ വാങ്ങിച്ചാൽ മതി. അവർ കൊണ്ടുവന്നേരം ഇഡ്ഡലി വട വെച്ച് പിന്നെയും വരും ഇന്നത്തെ പോലെ. ഇത്ര ടൈമായിട്ട് വന്നിട്ടില്ലല്ലോ, 10 മണിയല്ലേ കഴിഞ്ഞ്. അതുകൊണ്ട് നമുക്കിന്ന് ചപ്പാത്തിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഐസിക്ക് പിന്നെ പറ്റാത്തതുകൊണ്ട് നേന്ത്രപ്പം തന്നില്ല. ഇനി എന്തായാലും ഇത് ഫിനിഷ് ചെയ്യാം അല്ലേ. ഞങ്ങൾ മോനെ സ്വെറ്ററും ഗ്ലൗവും മങ്കി ക്യാപ്പും സോക്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് വരുമ്പം ജസ്റ്റ് ഒരു സ്വെറ്റർ മാത്രം ഇട്ടുകൊണ്ട് തന്നെ ഭയങ്കര പനിയായിരുന്നു. AC ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുൾ കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പച്ച ചപ്പാത്തിനെ ചോയൊന്ന് പോട്ടെ. പൊളിക്കട്ടെ. ചുബർക്കൊക്കെ വട്ടാപ്പം നല്ല മിക്സ് ആക്കിയിട്ട് തരും. വേണ്ട, നമുക്ക് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഐസിന് മതിയാക്കിയ കുറേ ടൈമായി കാണുന്നത്. കുറേ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും കാണുന്നുണ്ട്. ചേരി പോലത്തെ ഉണ്ട് അല്ലേ, പൂവുചാല് വേറെ ഏടിയ സ്ഥലം മനസ്സിലാവില്ല. സ്റ്റേഷൻ്റെ പേരൊന്നുമില്ല. ഇത് സ്റ്റേഷൻ്റെ പേര് കിട്ടി, സൂറത്ത് സ്റ്റേഷൻ. ഡ്രസ്സിൻ്റെ ഭയങ്കര അല്ലേ, ഡ്രസ്സിന് പറയുന്ന കേൾക്ക് ഇങ്ങനെ അവിടെ പോയി ഡ്രസ്സ് മെറ്റീരിയൽ വാങ്ങിച്ചു. അപ്പം ഇതായ സ്റ്റേഷൻ. അവിടെ കുറേ ആൾ ഇറങ്ങാനുണ്ടെന്തോ, കുറേ ആൾ കയറാനുണ്ട്. പിന്നെ കുട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ആകുന്ന ഒരു സംഭവം കേട്ടോ ഇത്. എന്തെങ്കിലും അവരെ ആക്ടിവിറ്റി ചെയ്യിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം എടുക്കുക എന്നുള്ളത്. ഞാൻ ഇതാ അവൻ്റെ കളിക്കുടിക്കാന്ന് എടുത്തിട്ടുള്ളത്. ഫുൾ ടൈം ഫോണിലായിപ്പോൾ അവർക്കും ബോറടിക്കുമല്ലോ സംഭവം. അതുകൊണ്ട് ഇതൊരു പെൻസിലും കളർ പെൻസിലും എടുത്തിട്ടുണ്ടെങ്കിലും ക്രയോൺസ് ഇതാ. അപ്പോൾ അതെടുത്തുകൊണ്ട് തന്നെ ഇന്നലെ ഇത് ബുക്കാട്ടോ എടുത്തത്. അതിൻ്റെ കവർ പേജെല്ലാം പോയി, ഏകദേശം എന്തൊക്കെയോ ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ അവൻ ചെയ്ത ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഇന്ന് വേറെ ബുക്ക് കൊടുത്തിട്ട് 2-3 ബുക്ക്സ് ഞാൻ എടുത്തിട്ടുണ്ടേനു. കുട്ടികളിലുള്ളവർ ഇങ്ങനത്തെ കുറച്ച് അവരെ എൻഗേജ് ചെയ്യിക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ എടുക്കുക. പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളും സ്പൈഡർമാൻ്റെയും അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തിട്ടുണ്ടേനും. ട്രെയിനിൽ ചുമ്മാതിരിക്കുമ്പോൾ വിശപ്പ് കൂടുന്നായിരുന്നു സത്യം കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ കൊണ്ടുവന്ന സഞ്ചിയൊക്കെ നോക്കുന്നുണ്ടേനു എന്തൊക്കെയാ ഉള്ളേന്ന്. എടുത്താ അപ്പോൾ മൂന്താല അരി പോലത്തേന്ന് പറഞ്ഞാൽ കിട്ടിയാ കാണുന്നില്ല ഇതിനെ. ഞാൻ ഒന്നും വീട്ടിലാക്കിയിട്ടില്ല, ആക്കണല്ലേ അപ്പാടപ്പാടെ തന്നെ വീട്. പപ്പ എന്നിട്ട് കുറച്ച് അങ്ങനെ രണ്ടാമത്തെ ദിവസമല്ലേ ഇവർക്ക്. രാത്രി എത്ര മണിയാവും എത്താൻ ഏകദേശം? നോക്കാം. അതെല്ലാം കുറേ സാധനമായി ബാഗിൻ്റെ ഉള്ളിനെ കുറിച്ച്. അപ്പത്തേക്കെല്ലാം പോയാ കാടായി. ഇതാ പൂക്കൾ ഇതാ ഇഷ്ടം പോലെ. റത്ലാം ജംഗ്ഷനായിട്ട് എത്തിയത്. ഫുഡ് വാങ്ങിച്ചിട്ട് ജബ്ബർക്കെത്തി. ഫുഡ് കിട്ടി. 3 മണിയായല്ലേ, ലേറ്റ് ആയിട്ട്. ഫുഡ് കിട്ടി. അത് കുഴപ്പമില്ല. പ്ലേറ്റ് എല്ലാം ഉണ്ടല്ലോ.
ലീക്കാവോ ഈസി കുറച്ച് അങ്ങോട്ട് ഇരിക്കും വെക്കട്ടെ. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഫുഡും ലേറ്റ് ആയല്ലേ, അത് തന്നെയാ പറഞ്ഞേ. പ്ലേറ്റ് വേണം നീ തിന്നു. ചോണൊന്ന് കിടക്കാലോ. പ്ലേറ്റിലാക്കി നിൽക്കുന്ന രണ്ടും കഴിക്കോ, എന്നാലേ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അതും കഴിച്ച് കഴിക്കോ, എന്നാലേ കഴിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് വെജ് ബിരിയാണിയാ? ആ അതാകാൻ തോന്നി. നെയ്യ് അങ്ങ് ഒഴിച്ചെറുങ്ങനെ പക്ഷെ ടേസ്റ്റ് എന്താ. ആ കഴിക്കണ്ടേ കഴിക്കണ്ട, ഇപ്പൊ കഴിച്ചാൽ കിട്ടും. ഇത് രണ്ടും ഏകദേശം ഒരുപോലെ ഉണ്ടല്ലോ അല്ലേ? രണ്ടും നോക്കി ഇത് രണ്ടും തമ്മിൽ എന്തോ വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടും ഒരുപോലെ ഇല്ലേ? ടേസ്റ്റ് മാറ്റണ്ടായിരിക്കും. ഞങ്ങൾ സൊമാറ്റോ നോട്ടോ ഫുഡ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. സൂപ്പർ ബിസ്ക്കറ്റ് കാണിച്ച കാണാൻ നല്ല ഉണ്ടല്ലേ? കഴിച്ചു നോക്ക്, ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ട്. ഉമ്മ പറയും ട്രെയിനിലിരിക്കുമ്പോ വിശപ്പ് കൂടുതലായിരിക്കും, വെറുതെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. സ്ട്രോബെറി ഫ്ലേവർ കഴിച്ചു ആ മേലേത് ഇരിക്കാൻ വേണ്ടിട്ടാ. അന്നേരം താഴെ ഇരിക്കാൻ കഴിയില്ല ഐസിന്. രാത്രിയായി, ട്രെയിൻ ലേറ്റ് അല്ലേ, 12 മണി അങ്ങനെ. ഫുഡ് 8 മണിക്ക് എത്തുന്നല്ല കാരണം ഫുഡ് ഇന്ന് ബുക്ക് ചെയ്തിട്ട് വാങ്ങിച്ചു റെയിൽവേയിൽ. ഇന്നലത്തെ സെയിം തന്നെയായിരിക്കും കഴിച്ചത്. അത് രസമുണ്ടേ, കുഴപ്പമില്ല. സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തും കുഴപ്പമില്ല, പക്ഷെ ലേറ്റ് ആകുന്നതിന് നമ്മൾ ഇന്നലെ സ്വിഗ്ഗിയിൽ ഫസ്റ്റ് ഓർഡർ ചെയ്ത് എന്നിട്ട് ക്യാൻസൽ ചെയ്യല്ലേ ഇത്. ഓ എന്തേനു ഐസി കുരുത്തൊക്കെ കളിക്കുന്ന അതമൈസി. കാണാനൊന്നും ഇല്ല, ഒന്നും കാണുന്നില്ല. ഇവിടെ ഫുള്ളിരുട. നമ്മളെ തന്നെയാണ് ഓർഡർ ചെയ്ത് ഫുഡ് എത്തി. എന്താ ഫുഡ് കിട്ടി അങ്ങനെ. ഓക്കെ താങ്ക് യു. ആ എന്നാ സെയിം സാധനം തന്നെയാ, കവർ മാറ്റുണ്ടല്ലേ? സെയിം തന്നെയാന്ന് തോന്നുന്നു, പക്ഷെ കവർ മാറ്റുന്നുണ്ട്. കുറച്ച് കേട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാ? ഐസിനെ അമർത്തരുതേ, പൊട്ടിപ്പോവും, മറിഞ്ഞു പോവും. ഐസ് പൊളിച്ചു എന്നാ ഐസ് പൊളിക്കട്ടെ. ഇന്നത്തെ സെയിമാ? ഭയങ്കര ഇതുണ്ടല്ലേ, ഇന്നലത്തെ നല്ല പാക്കിങ്. കറി ഇത് രണ്ടും സെയിം ശരിക്കും. ഐസിന് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇത് കൈ കഴിച്ച് വന്ന്. ഇനി നമ്മള് കഴിക്കട്ടെ. ഫുള്ള് ഫിനിഷ് ആയിട്ട് ചുബർക്ക് ഇരുന്നോ കഴിച്ചു. ഇന്നലത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. ഇന്നലെ ഗുലാബ് ജാമുൻ വരെ ഉണ്ടായിരുന്നു. ഇത് ചന മസാല എന്നാണ് പറയുന്നത്. ചന ആ കുഴപ്പമില്ല. ഇത് പനീറിൻ്റെ, ഇത് പരിപ്പ്. ഇന്നലെ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, കുറച്ച് ലൂസായിട്ടായിരുന്നു. പിന്നെ ചപ്പാത്തിയും ഉണ്ട് സംഭവം, ചെറിയ ടൈപ്പ്. ഇതെന്തോ പറഞ്ഞു ചുബൊക്കെ പേര്, അത് ഞാൻ മറന്നുപോയി. എന്നാലും കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ട്.
എല്ലാം പാക്ക് ചെയ്ത് 12 മണിക്കല്ലേ എത്താൻ ട്രെയിന്? എന്നിട്ട് പാക്ക് ചെയ്തിട്ട് കിടക്കാം. ഞാൻ ടൈം ആകുമ്പോൾ എണീച്ചാൽ മതിയല്ലോ. ഞാൻ ഇതെല്ലാം ഇട്ട് സെറ്റായി. ജാക്കറ്റ് ഇട്ട് ഐസി ഗ്ലൗസ് എല്ലാം ഇട്ട് സെറ്റായി. വീട്ടിൽ തന്നെ ഇങ്ങനെ തണുപ്പ് പാടെ വീടുത്തെ ടെമ്പറേച്ചർ അവിടെ -ആ ടെമ്പറേച്ചർ. നോക്കാമല്ലോ ഇവർക്ക്. ഞാനും എൻ്റെ സെറ്റായി. ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഇപ്പം എത്തിയല്ലോ ഇവർക്ക് ആ സ്റ്റേഷൻ. 10 ഐസിനെ എത്താൻ പോകും നമ്മള്. എന്റെ ഉരുട്ടിക്കൊണ്ടുപോയല്ലോ. അത് ആയിട്ടില്ല, എന്നും പോവാനുണ്ട്. ആ നമ്മള് സ്റ്റേഷനിൽ എത്തിയല്ലേ ഇവർക്കാ ഏജി. സൈഡിക്ക് ആ ഇടാൻ പറ്റും. സ്റ്റേഷനെത്തി. രാവിലെ അല്ലേ പിക്കപ്പ്? റൂം എടുക്കണം അല്ലേ? ആ ഐശ്വര്യങ്ങ വാ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ റൂമിലേക്ക് പോന്ന. രാവിലെ ഒരു 8:30 ആകുമ്പോൾ നമ്മൾ വണ്ടി എത്താം. അപ്പോൾ അതുവരെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് എന്തായാലും റൂമിലേക്ക് പോകാൻ വിചാരിച്ചു. ഒന്ന് ഫ്രഷാകാൻ വിചാരിച്ച്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ അങ്ങനെയാണുള്ളത് റൂമിലേക്ക്. റൂമിനിപ്പോൾ എങ്ങനെയാണെന്നല്ല ഇവിടെ റൂം കണ്ടിനാ. ആ അങ്ങനത്തെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഐസിനെ നീ വേഗം ഉറങ്ങിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഡൽഹി വരെയുള്ള ജേണി ഇത്രയേ ഉള്ളൂ. ഇനിയും കുറേ വീഡിയോസ് വരാനുണ്ട് മണാലിയിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.